മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു വലിയ യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് അമേരിക്കയ്ക്കെതിരെ കടുത്ത ഭാഷയിലുള്ള നയതന്ത്ര ആക്രമണവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വാഷിംഗ്ടൺ പ്രഖ്യാപിത കരാറുകൾ ലംഘിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണെന്നും അവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുമാണ് ഇറാന്റെ പുതിയ പരസ്യ പ്രഖ്യാപനം. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിവെച്ച ഇസ്ലാമാബാദ് ധാരണാപത്രം ഒപ്പുവെച്ച് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ അമേരിക്ക അത് ലംഘിച്ചുവെന്നാണ് ടെഹ്റാന്റെ പ്രധാന ആരോപണം. ഇരു രാജ്യങ്ങളും തമ്മിൽ രൂപപ്പെട്ട താൽക്കാലിക വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണെന്ന സൂചനയാണ് ഇറാന്റെ ഈ കടുത്ത നിലപാട് വ്യക്തമാക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായിയാണ് അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ലൈവ് ടെലിവിഷനിലൂടെ പ്രതികരിച്ചത്. മുൻപ് പലതവണ ഒപ്പുവെച്ച അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രം ഓർമ്മിപ്പിച്ച അദ്ദേഹം വാഷിംഗ്ടൺ സ്ഥിരം കരാർ ലംഘകരാണെന്ന് ആഞ്ഞടിച്ചു. സമാധാന ചർച്ചകൾക്ക് മുന്നിൽ നിൽക്കുകയും എന്നാൽ പശ്ചാത്തലത്തിൽ ചതിക്കുകയും ചെയ്യുന്നതാണ് അമേരിക്കൻ ശൈലിയെന്ന് ഇറാൻ ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടി. മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒപ്പുവെച്ച പുതിയ കരാറിലെ വ്യവസ്ഥകൾ US ലംഘിച്ചതോടെ മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം വീണ്ടും സങ്കീർണമായിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുണ്ടായ അപ്രതീക്ഷിത ഏറ്റുമുട്ടലുകളാണ് പുതിയ തർക്കങ്ങൾക്ക് പെട്ടെന്ന് കാരണമായത്. ഈ ആഗോള എണ്ണക്കടത്തുപാതയിൽ വെച്ചുണ്ടായ സൈനിക പ്രകോപനങ്ങൾക്ക് പിന്നാലെ ഇറാന് മേൽ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്കൻ ട്രഷറി വിഭാഗം തീരുമാനിക്കുകയായിരുന്നു. ഇറാനിൽ നിന്നുള്ള എണ്ണ വിൽപ്പനയ്ക്ക് മുൻപ് നൽകിയിരുന്ന താൽക്കാലിക ഇളവുകൾ US ട്രഷറി റദ്ദാക്കിയതാണ് ഇറാന്റെ കടുത്ത പ്രകോപനത്തിന് വഴിവെച്ചത്. ഇസ്ലാമാബാദ് കരാർ ഒപ്പുവെച്ചതോടെ മേഖലയിൽ വരാനിരിക്കുന്ന താൽക്കാലിക സമാധാന അന്തരീക്ഷമാണ് ഈ സാമ്പത്തിക ഉപരോധത്തോടെ ഇല്ലാതായത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഇറാന് തങ്ങളുടെ എണ്ണ വിപണി സജീവമാക്കുക എന്നത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്നാൽ നാവിക സംഘർഷങ്ങളെ മുൻനിർത്തി അമേരിക്ക ഇളവുകൾ പിൻവലിച്ചപ്പോൾ അത് തങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനുള്ള നീക്കമായിട്ടാണ് ടെഹ്റാൻ വിലയിരുത്തിയത്. വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകരുകയും ഇരുപക്ഷവും വീണ്ടും ആയുധമെടുക്കാൻ സജ്ജമാകുകയും ചെയ്തതോടെ ഖത്തറിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നയതന്ത്ര ഇടപെടലുകൾ ആരംഭിച്ചു കഴിഞ്ഞു. മേഖലയിലെ പ്രധാന സമാധാന മധ്യസ്ഥരായ ഖത്തറിന്റെ പ്രതിനിധികൾ ഇറാനിലെ തന്ത്രപ്രധാന നഗരമായ മഷഹാദിലേക്ക് അതീവ രഹസ്യമായി എത്തിച്ചേർന്നതായാണ് റിപ്പോർട്ടുകൾ. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ഈ സമാധാന കരാറിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് ഖത്തറി നയതന്ത്രജ്ഞർ. ഈ പുതിയ നയതന്ത്ര യുദ്ധം മിഡിൽ ഈസ്റ്റിലെ മറ്റ് അമേരിക്കൻ സഖ്യരാജ്യങ്ങളിലും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും ആഗോള എണ്ണവിലയെയും കപ്പൽ ഗതാഗതത്തെയും ബാധിക്കുമെന്നതിനാൽ അന്താരാഷ്ട്ര സമൂഹം വലിയ ജാഗ്രതയിലാണ്. അമേരിക്കൻ ട്രഷറിയുടെ നടപടി ഇറാന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കടുത്ത സൈനിക പ്രതികരണങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അന്താരാഷ്ട്ര കരാറുകളെ വലം വെക്കുകയാണെന്ന ആരോപണവും ഇറാൻ ശക്തമായി ഉന്നയിക്കുകയാണ്. മുൻപ് ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതുപോലെ തന്നെ പുതിയ ഇസ്ലാമാബാദ് ധാരണാപത്രവും വെറും കടലാസ് കഷ്ണമാക്കാൻ വാഷിംഗ്ടൺ ശ്രമിക്കുകയാണെന്ന് ഇസ്മായിൽ ബഖായി കുറ്റപ്പെടുത്തി. ഈ വഞ്ചനാപരമായ നിലപാട് മൂലം ലോകത്തെ ഒരു രാജ്യത്തിനും ഇനി അമേരിക്കൻ വാഗ്ദാനങ്ങളിൽ വിശ്വാസമുണ്ടാകില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ നാവിക സാന്നിധ്യം ശക്തമായി നിലനിർത്താൻ തന്നെയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് തീരുമാനിച്ചിട്ടുള്ളത്. തങ്ങളുടെ വ്യോമ നാവികസേനകൾ ഏത് തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് ഇറാൻ സൈനിക മേധാവികൾ വ്യക്തമാക്കി. അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ ഏത് നീക്കവും തങ്ങളുടെ കർശന നിരീക്ഷണത്തിലാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഖത്തർ പ്രതിനിധികൾ മഷഹാദിൽ വെച്ച് നടത്തുന്ന ചർച്ചകളുടെ ഫലം എന്താകുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾക്ക് എപ്പോഴും വേദിയാകാറുള്ള ഖത്തറിന് മേൽ ഇത്തവണ വലിയ സമ്മർദ്ദമാണുള്ളത്. കരാർ പൂർണ്ണമായി തകർന്നാൽ അത് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു പ്രാദേശിക യുദ്ധത്തിന് വഴി തുറക്കുമെന്ന് ഖത്തർ ഭയപ്പെടുന്നു. ഇറാന്റെ ഈ കടുത്ത പ്രതികരണം അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ പക്വതയില്ലാത്ത വിദേശ നയമാണ് പുതിയ കരാറുകൾ ഇത്ര വേഗം തകരാൻ കാരണമെന്ന് US ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം ലക്ഷ്യമിട്ടിരുന്ന അമേരിക്കയ്ക്ക് പുതിയ സംഘർഷങ്ങൾ വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ലൈവ് ടിവിയിലൂടെയുള്ള ഇറാന്റെ ഈ പരസ്യ പ്രതികരണം പാശ്ചാത്യ ശക്തികൾക്കുള്ള ഒരു കൃത്യമായ സന്ദേശം കൂടിയാണ്.
തങ്ങളെ ഭീഷണിപ്പെടുത്തി കീഴടക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് തെളിയിക്കുകയാണ് ടെഹ്റാൻ. ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകൾ പാലിച്ച് ഉപരോധങ്ങൾ നീക്കാൻ അമേരിക്ക തയ്യാറായാൽ മാത്രമേ ഇനി ചർച്ചകൾ പുനരാരംഭിക്കൂ എന്ന കടുത്ത നിലപാടിലാണ് അവർ. ഹോർമസ് കടലിടുക്കിലെ പുതിയ സൈനിക വിന്യാസങ്ങൾ ഇരുപക്ഷവും തമ്മിലുള്ള യുദ്ധസാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ബോട്ടുകളും ഡ്രോണുകളും മേഖലയിൽ കനത്ത നിരീക്ഷണം തുടരുകയാണ്. അമേരിക്കൻ നാവികസേനയും തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകളെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ മഷഹാദിൽ നടക്കുന്ന ചർച്ചകൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഇസ്ലാമാബാദ് ധാരണാപത്രം പൂർണ്ണമായും ഇല്ലാതാകും. ഇത് മേഖലയിലെ സൈനിക ചേരിതിരിവുകൾ കൂടുതൽ ശക്തമാക്കാൻ കാരണമാകും. അമേരിക്കയുടെ വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെ ഇറാൻ ഉയർത്തിയ ഈ ശക്തമായ ശബ്ദം അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല. സമാധാന കരാറുകൾ തകർക്കാൻ വാഷിംഗ്ടൺ കാണിച്ച ധൃതി തങ്ങളുടെ രാജ്യത്തെ കൂടുതൽ കരുതലോടെ മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. സമാധാനത്തിന് വേണ്ടി യാചിക്കാൻ തങ്ങളില്ലെന്നും പ്രതിരോധിക്കാൻ തങ്ങളുടെ സൈന്യത്തിന് മികച്ച ശേഷിയുണ്ടെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ ആഗോള നിലപാട് ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്.